ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ അധിവസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള മലയാളി ക്രിസ്ത്യാനികളെയാണ്. അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു സഹായാഭ്യർത്ഥനയാണ് ഈ വീഡിയോ. സഹായാഭ്യർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ക്ലബ് ഹൗസിലെ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന പ്ലാറ്റ്ഫോം തൽക്കാലത്തേക്ക് പിരിച്ചുവിട്ട കാര്യം ഞങ്ങൾ ക്ലബ് ഹൗസിൽ റൂമിട്ട് അറിയിച്ചതിന് ശേഷം ധാരാളം ഫോൺ കോളുകളും വാട്സാപ്പ് മെസ്സേജുകളും ഞങ്ങൾക്ക് വരുന്നുണ്ട്. എലിയെ പിടിക്കാൻ ഇല്ലം ചുടണോ എന്നൊക്കെയാണ് ചിലർ ചോദിച്ചത്. എലിയെ പേടിച്ച് ഇല്ലം ചുട്ടു എന്ന് പറഞ്ഞവരുണ്ട്, എലിയെ പിടിക്കാൻ ഇല്ലം ചുടണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്തവരും ആവേശത്തിന്റെ പുറത്ത് പെട്ടെന്ന് തീരുമാനമെടുക്കുന്നവരുമാണെന്ന നിലയിലാണ് അവരിൽ പലരും സംസാരിച്ചത്. അത്തരക്കാരോട് തികഞ്ഞ പുച്ഛം മാത്രമേ ഉള്ളൂ. ഒരു മടിയില്ലാതെ പറയാം, വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന കൂട്ടായ്മ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകരയല്ല. ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെയായിട്ട് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ ഫീൽഡിൽ വളർന്നു വന്നവരാണ്. ഏതാണ്ട് ഒരു വർഷത്തിലധികമായിട്ട് ക്ലബ് ഹൗസിലും ഉണ്ട്. ഒരു ദേഷ്യത്തിന് കിണറ്റിൽ ചാടിയാല് 9 ദേഷ്യം വന്നാലും കിണറ്റിൽ നിന്ന് കയറി പോരാൻ പറ്റില്ല എന്നറിയാത്ത ഉള്ള കുട്ടികളൊന്നും അല്ല ഞങ്ങൾ. സുദീർഘമായ സോഷ്യൽ മീഡിയ ജീവിത കാലയളവിൽ ഓരോരോ ഘട്ടങ്ങളിലും ഇതുപോലെയുള്ള ഓരോരോ തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ആ തീരുമാനങ്ങളെല്ലാം തന്നെ ശരിയായ തീരുമാനങ്ങളായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യവുമുണ്ട്. ഞങ്ങളുടെ ആ മിനിസ്ട്രിയെ വളരുവാൻ സഹായിച്ച തീരുമാനങ്ങളായിരുന്നു അതെല്ലാം. എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ പിന്നീട് അത് ഗുണകരമായിട്ട് തീർന്നത് ഞങ്ങൾക്കറിയാം. സോഷ്യൽ മീഡിയയിലെ ക്രിസ്ത്യാനികള് സഭയുടെ പേരും പറഞ്ഞ് തമ്മി തല്ലരുത്, ഐക്യത്തോടുകൂടെ നിൽക്കണമെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടാൻ പോകുന്ന അപകടം എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ ചരിത്രബോധമാണ് ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിലെ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻസിന്റെ മുതൽ 21-ാം നൂറ്റാണ്ടിലെ നൈജീരിയൻ ക്രിസ്ത്യൻസിന്റെ വരെ ചരിത്രങ്ങൾ ഞങ്ങളുടെ മുമ്പാകെ ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ മുമ്പാകെ ഉണ്ട്. ബുദ്ധിയുള്ള മനുഷ്യർ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കും. ബുദ്ധിയില്ലാത്തവര് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് കൊണ്ടുപഠിക്കും. പിന്നെ മണ്ടന്മാര് കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. കാലം തെളിയിക്കട്ടെ. ഡിനോമിനേഷന്റെ പേര് പറഞ്ഞ് തമ്മിത്തല്ലി നടക്കുന്നവരെ അവർ കൊണ്ടു പഠിക്കുന്നവരാണോ അതോ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരാണോ എന്നുള്ളത്. ഞങ്ങൾ എലിയെ പേടിച്ച് ഇല്ലം ചുട്ടവരാണെന്ന് പറഞ്ഞവരുടെ അറിവിലേക്കായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ക്ലബ് ഹൗസിലെ ഈ പ്രശ്നം ഇത് ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ ഒന്നും തുടങ്ങിയതല്ല. കഴിഞ്ഞ ജനുവരി മുതൽ, അതായത് ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഇത് ആരംഭിച്ചതാണ്. പെന്തക്കോസ്തുകാരെ അടിക്കണം എന്നും പറഞ്ഞ് നടന്നിരുന്ന ഈ ടീംസ്, ഇപ്പൊ ഞങ്ങൾ കത്തോലിക്കർ എന്ന പേരിൽ വന്നിരുന്ന ഈ ടീംസ്, ഇത് മുമ്പേ ഉണ്ടായിരുന്ന ടീമുകളാണ് ഇവർ. ഇപ്പൊ പെട്ടെന്ന് ബുദ്ധി മുളച്ചതല്ല, മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു സപ്പോർട്ടും ക്ലബ് ഹൗസിലെ കത്തോലിക്കരിൽ നിന്ന് അതുവരെ കിട്ടിയിരുന്നില്ല. ഇപ്പോഴും അവർക്ക് വലിയ സപ്പോർട്ടൊന്നും ഇല്ല കേട്ടോ, അതും കൂടി പറയണം. അവർക്ക് അങ്ങനെ വലിയ സപ്പോർട്ട് ജനുവരിക്ക് മുമ്പ് അത് കിട്ടിയിരുന്നേ ഇല്ല. ജനുവരിയിലാണ് അടയാളം ഡൈറ്റസിന് ഞങ്ങൾ മറുപടി തുടങ്ങുന്നത്. അടയാളം ഡൈറ്റസ് കൂട്ടരും വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അത് ഞങ്ങൾ അവർക്ക് മറുപടി കൊടുക്കാൻ തുടങ്ങുന്നത്. അതോടെ ക്ലബ് ഹൗസിലെ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ട്രൂത്ത് ഫൈറ്റേഴ്സിന് എതിരായി. ശിവപുരാണവും മറ്റും വായിക്കുന്നത് ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണ് എന്ന വാദമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ പെന്തക്കോസ്തുകാരില് ജിഹാദി ലോറൻസും ടീമും അതിനു മുമ്പേ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ട്. ഹിന്ദു മതഗ്രന്ഥങ്ങൾ ഞങ്ങൾ തുറന്നു വെച്ച് വായിക്കാൻ തുടങ്ങിയതോടുകൂടെ സംഘപരിവാറുമായി ബന്ധമുള്ള ക്രിസ്ത്യാനികളും ഞങ്ങൾക്കെതിരെ വന്നു. ജിഹാദ് ലോറൻസും ടീമും വന്നപ്പോൾ ഞങ്ങൾ അതിനെ പുല്ലുപോലെയാണ് നേരിട്ടത്. ഞങ്ങൾക്ക് അതൊരു വിഷയമായിരുന്നില്ല. ഇവര് വന്നപ്പോഴും ഞങ്ങൾക്കത് വലിയ വിഷയമായിരുന്നില്ല. ദൈവം ഞങ്ങൾക്ക് തന്ന ബോധ്യത്തിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞങ്ങൾക്കൊരു വിഷയമായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ സംഘപരിവാറുമായി ബന്ധമുണ്ടായിരുന്ന ക്രൈസ്തവര് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ വന്നു. അതിൽ അധികവും അല്ലെങ്കിൽ ഭൂരിഭാഗവും എന്ന് തന്നെ പറയാം. ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ പോരാ, മഹാഭൂരിപക്ഷവും കത്തോലിക്കരുമായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്കെതിരെ നിന്നത്. അത് ഞങ്ങളോടുള്ള എതിർപ്പുകൊണ്ടല്ല, അതും കൂടി പറയാം. ട്രൂത്ത് ഫൈറ്റേഴ്സിനോടുള്ള എതിർപ്പുകൊണ്ടല്ല, ഹിന്ദുമതത്തെ ഞങ്ങൾ വിമർശിക്കുന്നതിനോടുള്ള എതിർപ്പുകൊണ്ടാണ് അവർ ഞങ്ങൾക്കെതിരെ നിന്നത്. അല്ലാതെ ഇതിനകത്തുള്ള ഞങ്ങളോട് വ്യക്തികളോട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങളിപ്പോ ഇസ്ലാമിനെ മാത്രമാണ് അടിച്ചിരുന്നതെങ്കിൽ ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു.
പൂർണ്ണമായിട്ടും മുമ്പത്തെ പോലെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു തന്നെ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ആരെങ്കിലെയും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ എന്തെങ്കിലും പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട്, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെതിരായിട്ട് ആര് സംസാരിച്ചാലും അത് ഇന്ന കൂട്ടരൊന്നുമില്ല. അത് ഇസ്ലാമിക വിശ്വാസികൾ സംസാരിച്ചാലും നിരീശ്വരവാദികൾ സംസാരിച്ചാലും ഹിന്ദുമത വിശ്വാസികൾ സംസാരിച്ചാലും ഞങ്ങൾ എതിർത്ത് നിൽക്കും. കാരണം ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് ഞങ്ങളുടെ കർത്താവിനോട് മാത്രമാണ്, ഞങ്ങളുടെ ദൈവത്തോട് മാത്രമാണ്. അല്ലാതെ ഭൂമിയിലെ ഒരു മനുഷ്യനോടും അല്ല, ഒരു സഭയോടും അല്ലാതെ പൂർണ്ണമായിട്ട് കർത്താവിനോട് മാത്രമേ ഉള്ളൂ ആത്യന്തികമായിട്ട്. പിന്നെ ഞങ്ങൾക്ക് അവരവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയോട് ഞങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അത് വേറെ കാര്യം, അതല്ല ഞാൻ പറഞ്ഞത്. അതിന്റെയൊക്കെ അപ്പുറത്ത് ഫൈനലി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കർത്താവിനോട് മാത്രമാണ്. അപ്പൊ കർത്താവിനെതിരായിട്ട് എത്ര വലിയ മോൻ സംസാരിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ എതിർത്ത് നിൽക്കും. അതിന് വരെ നഷ്ടമോ ലാഭമോ ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. അപ്പൊ അതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ അടയാളം ടൈറ്റസും കൂട്ടരും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവർക്ക് മറുപടി പറയാൻ തുടങ്ങിയത്. അതിന്റെ പേരിലാണ് ഇങ്ങനെ കുറച്ച് പേര്, അതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഞങ്ങൾക്കെതിരായിട്ട് വരുന്നത്. പെന്തക്കോസ്തുകാരെ അടിക്കണമെന്ന ആഗ്രഹവുമായി നടത്തിയിരുന്ന ഈ ടീംസ് ഉണ്ടല്ലോ, ഇവരിത് നല്ലൊരു അവസരമായിട്ട് കണ്ട് ഇവരെന്ത് ചെയ്തു, പെന്തോകൾ ഈ നാടിന് ആപത്താണ്, ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം ഇവർ തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റൂമുകൾ ഇടാൻ തുടങ്ങി. ആദ്യകാലത്ത് അവർക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ ഈ അടയാളം ടൈറ്റസിനെയും കൂട്ടരെയും ഞങ്ങൾ അടിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ഈ ക്രൈസ്തവരിലെ ഒരു വിഭാഗം തിരിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവര് ഈ കൂട്ടരെ നല്ല ഉപകരണമായിട്ട് കണ്ടു ഞങ്ങൾക്കെതിരെ നിൽക്കാൻ വേണ്ടി. പിന്നെ ഇവരുടെ സപ്പോർട്ടൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് പിന്നീട്. അപ്പൊ ഞങ്ങളിത് ശ്രദ്ധിച്ചെങ്കിലും അവഗണിച്ചു വിടുകയാണ് ചെയ്തത്. ഒന്നാമത് ഈ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള അടിക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു, പ്രധാനമായിട്ട് അതാണ്. പിന്നെ ഇത് ഞങ്ങളുടെ വിഷയമല്ലാതെ പറഞ്ഞിട്ട് ഞങ്ങൾ അവഗണിച്ചു വിടുകയാണ് ചെയ്തത്. ഞങ്ങൾ അവഗണിച്ചു വിടാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെന്തക്കോസ്ത് സഹോദരങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദയവേത് അതിന് മറുപടി പറയാൻ പോകരുത്. മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ ഇത് അവർ കുറച്ചുപേരെയൊക്കെ ഉള്ളൂ, അവരുടെ മുഖം പോലും നമുക്ക് വ്യക്തമല്ല, ഇവരുടെ ഫോട്ടോ ഒന്നും ഇടുന്നില്ല, പേര് മാത്രമേ ഉള്ളൂ. ആ പേര് ഒറിജിനൽ ആണെന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയാൻ പോയാൽ അതൊരു ഡിനോമിനേഷൻ ഫൈറ്റ് ആയിട്ട് മാറും. കത്തോലിക്ക പെന്തക്കോസ്ത് എന്നുള്ള നിലടി വരും. അപ്പൊ അത് നല്ലൊരു ഇതല്ല, ആർക്കും അത് ഗുണം ചെയ്യുന്നതല്ല. അതുകൊണ്ട് ദയവേത് നിങ്ങൾ മറുപടി പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പലരെയും പിടിച്ചു നിർത്തുകയും ചെയ്തു. അപ്പൊ അവര് ഞങ്ങളുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ആളുകളായതുകൊണ്ട്, അങ്ങനെയുള്ള സഹോദരന്മാർ ആയതുകൊണ്ട് ഇവര് ഇത്തരം റൂമുകളെ അവഗണിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ഇവര് ചെറിയ രീതിയിലാണ് ഇവന്മാര് തുടങ്ങിയത്. അപ്പൊ ഈ ഇപ്പുറത്ത് നിന്ന്, അത് പെന്തക്കോസ്ത് പക്ഷത്ത് നിന്ന് ആരും അതിന് മറുപടി പറയുന്നില്ല, അവർക്ക് ആരും മറുപടി പറയാൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവരുടെ ആക്രമണം ശക്തമാകാൻ തുടങ്ങി. വളരെ വൾഗാരിറ്റി നിറഞ്ഞ രീതിയിലൊക്കെയാണ് അവർ ടൈറ്റിലുകളൊക്കെ ഇട്ട് ആക്രമണം നടത്തുന്നത്. അപ്പോ പല പെന്തക്കോസ്ത് സഹോദരന്മാർ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു, ബ്രദറെ നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കണം, നിങ്ങൾ അപ്പോളജിസ്റ്റുകളാണല്ലോ, അപ്പോളജിസ്റ്റുകൾ എന്നുള്ള നിലയിൽ ഇങ്ങനെ വിശ്വാസത്തിനെതിരായിട്ട് വരുന്ന ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്, നിങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ട്രൂത്ത് ഫൈറ്റേഴ്സ് ഇങ്ങനെ ഡിനോമിനേഷണൽ ഫൈറ്റിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, അത് ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ സഭാവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്, ഒരുമാതിരി എല്ലാ സഭാവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. ആ ഐക്യം തകർക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് ഞങ്ങൾ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവർക്ക് മറുപടി കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാര്, ജെയ്സ് ബ്രദറായാലും എവം ബ്രദറായാലും ഒക്കെ ഇങ്ങനെയുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ശത്രു നമ്മളെ വിഴുങ്ങാൻ ഭാവിക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം തമ്മിലടിക്കുകയല്ല വേണ്ടത്, അതൊക്കെ വിട്ടുകളയും, ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെ ഉപദേശിച്ചപ്പോൾ അവരതനുസരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ടീമിലുള്ള പല സഹോദരന്മാരും ഇതേ നിലപാട് തന്നെ, അത് പെന്തക്കോസ്ത് ആയിരിക്കുന്ന സഹോദരന്മാർ മറ്റ് പെന്തക്കോസ്ത് ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞു വന്ന പെന്തക്കോസ്തിലെ സഹോദരന്മാർ പറഞ്ഞു വന്നപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു വിട്ടുവീഴ്ച ഇപ്പുറത്തു നിന്ന് പെന്തക്കോസ്തുകാരിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോ അത് അവര് ആ വിട്ടുവീഴ്ച ചെയ്തത് ഈ ക്ലബ് ഹൗസിനകത്തുള്ള ക്രൈസ്തവ ഐക്യം തകരരുത് എന്നുള്ളതിന്റെ പേരില്. കാരണം ട്രൂത്ത് ഫൈറ്റേഴ്സ് ഇതിനു വേണ്ടി ആരംഭം മുതലേ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്, അത് ഈ സഹോദരന്മാർക്കൊക്കെ അറിയാം. അപ്പൊ ഇത്രയും വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് ഉണ്ടാക്കിയെടുത്ത ഐക്യം ഞങ്ങളായിട്ട് തകർക്കണ്ട എന്ന് വെച്ചിട്ടാണ് അവരത് മിണ്ടാതിരുന്നത്. പക്ഷെ അവരുടെ ആ നല്ല മനസ്സിനെ മറ്റവന്മാരും മുതലെടുക്കുകയാണ് ചെയ്തത്. പെന്തക്കോസ്തുകാരിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലായപ്പോ അപ്പോഴാണ് ഇവര് പിന്നെ ഞങ്ങൾ കത്തോലിക്കർ എന്ന പേരിൽ ഒരു ക്ലബ്ബ് തുടങ്ങി പെന്തക്കോസ്തുകാർക്കെതിരെയുള്ള അവരുടെ ആക്രമണം ശക്തമാക്കുന്നത്. അതിനു മുമ്പ് അങ്ങനെ ആ ഒരു പേരൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ കത്തോലിക്കർ എന്നുള്ളതൊന്നുമല്ല, വേറെ പല ഇതിലൊക്കെയാണ് ഇവർ വന്ന് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പെന്തക്കോസ്തുകാരിൽ നിന്നും ഒരു ആക്രമണവും തിരിച്ച് ആശയപരമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഇവര്
ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ കത്തോലിക്കരെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വന്നിട്ട് അവര് ശക്തമായിട്ട് പെന്തക്കോസ്തുകാരെ അധിക്ഷേപിക്കാനും മറ്റൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെയുള്ള പല പെന്തക്കോസ്തു സഹോദരന്മാരുടെ ഇടയിലും സ്വാഭാവികമായും, ഞാൻ അവരെ കുറ്റം പറയുന്നൊന്നുമില്ല, സ്വാഭാവികമായും ഒരു മുറുമുറുപ്പ് അവർക്കും വന്നു. അപ്പൊ ഞങ്ങൾ അവരോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ വാക്ക് കേട്ടിട്ട് അവർ അടങ്ങിയിരിക്കുന്നതിനൊരു പരിധിയില്ലേ. എത്ര നാൾ നമുക്ക് ഒരാളെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും? അവസാനം സൈ ഇട്ടിട്ടാണ് സുഭാഷ് പാസ്റ്റർ അവർക്ക് മറുപടിയായിട്ട് ഒരു റൂം ഇടുന്നത്. തൊട്ടുപുറകെ പ്രിൻസ് പി എസ് ബ്രദർ അവരും ഞങ്ങൾ കത്തോലിക്കർ എന്ന ടീമിന് മറുപടി പറയാൻ തുടങ്ങി. അപ്പൊ ഇത് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇവരുണ്ടായിരുന്നതാണ്. ജെയ്സ് ബ്രദർ ഉടനെ തന്നെ ഈ സുഭാഷ് പാസ്റ്ററിനെയും പ്രിൻസ് ബ്രദറിനെയും ആ റൂമിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു. കാരണം ആ ക്രൈസ്തവ ഐക്യത്തിന് വിഘാതമായിട്ട് ഇവര് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. ഈ സുഭാഷ് പാസ്റ്ററും പ്രിൻസ് ബ്രദറും ഒക്കെ റൂമുകൾ ഇടുമ്പോൾ കൃത്യമായിട്ട് വ്യക്തികളുടെ പേരുകൾ പറഞ്ഞിട്ടാണ് റൂമുകൾ ഇട്ടിരുന്നത്. അതായത് സാജൻ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ ജസ്വിൻ, ലില്ലി, JMJ എന്നിങ്ങനെയുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടാണ് അവർ റൂമുകൾ ഇടുന്നത്. അവർക്ക് മറുപടി എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ മറുവശത്തു നിന്ന് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ കത്തോലിക്കർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് അവരങ്ങനെയല്ല, ഏതെങ്കിലും വ്യക്തികളുടെ അല്ല, സുഭാഷിന് മറുപടി എന്നോ അല്ലെങ്കിൽ പ്രിൻസിന് മറുപടി എന്നൊന്നും അല്ല, പെന്തോകൾ എന്ന് പറഞ്ഞിട്ടാണ്. പെന്തോകൾ എന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് അവര് റൂമുകൾ ഇട്ടുകൊണ്ടിരുന്നത്. തുടക്കം മുതലേ അവരങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് അടിമുറുകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങള് ട്രൂത്ത് ഫൈറ്റേഴ്സ് വ്യക്തമായിട്ടൊരു നിലപാടെടുത്തു. ഞങ്ങളുടെ കോർ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ പറഞ്ഞു, TF ഈ ഡിനോമിനേഷൻ ഓഫ് ഫൈറ്റിൽ ഭാഗമാവുകയില്ല. TF-നോട് സഹകരിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഈ അടിപിടിയിൽ ഏതെങ്കിലും പക്ഷം പിടിച്ച് സംസാരിക്കുന്നെങ്കിൽ അവരെ TF-ന്റെ സ്പീക്കേഴ്സ് പാനലിൽ സംസാരിക്കാൻ അനുവദിക്കേണ്ടതുമില്ല എന്നുള്ളൊരു നിലപാടാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ നിലപാട് ഇതാണെന്ന് മനസ്സിലാക്കിയതോടെ TF-ന് ഈ അടിപിടിയിലേക്ക് ഇറക്കാൻ വേണ്ടി ഞങ്ങൾ കത്തോലിക്കർ എന്ന ക്ലബ്ബ് കുറെ പരിശ്രമിക്കുകയുണ്ടായി. ഞങ്ങൾ ഇതിനകത്തൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഞങ്ങൾ പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. പരസ്യമായിട്ട് ഞങ്ങൾ പറയുകയും ചെയ്തു, ഈ അടിപിടിയിൽ ഞങ്ങളില്ല, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നിട്ടാണ് ഇവർ ഞങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് റൂമിട്ട്. TF-ന് ചോദിക്കാനുള്ളത് ഇവിടെ വന്ന് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് August 1 അവർ റൂമിട്ട്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. TF-ന് ഇവരോട് എന്ത് ചോദിക്കാനുള്ളേ? ഞങ്ങൾക്ക് ഇവരായിട്ട് ഒരിടപാടും ഇല്ല. ഞങ്ങൾ അതിന് മറുപടി പറയാനൊന്നും പോയില്ല. ഞങ്ങൾ അവഗണിച്ചു വിടുകയാണ് ചെയ്തത്. കാരണം ഞങ്ങളെ ഇതിനകത്തേക്ക് വലിച്ചഴയ്ക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളത് പരമാവധി അവഗണിച്ചു വിട്ടതാണ്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പ്രശ്നം രൂക്ഷമാകാനുള്ള കാരണം എന്താണെന്നുള്ളത് കൂടി പറയാം. അതിനു മുമ്പ് നിങ്ങളെ ഞാനൊരു ക്ലിപ്പ് കേൾപ്പിക്കാം. ഈ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോ. ഷൈജു കത്തോലിക്ക സഭയെ താർക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയല്ലേ? കത്തോലിക്ക സഭയുടെ പൊട്ടത്തരമാണ് ഈ ഷൈജു ബ്രദർ. കാരണം ഇപ്പൊ നമ്മുടെ ടോപ്പിക് മാറിപ്പോ സുഭാഷ് ഇപ്പൊ ഇവിടുന്ന് എസ്കേപ്പ് ആവും. അതായത് സുഭാഷ് എസ്കേപ്പ് ആവും. അത് ബന്ധോളടിക്കാൻ തന്നെ അല്ല ഇങ്ങനെ പോയ ഷൈജു ബ്രദറിന് ഇനി ഞങ്ങളുടെ റൂമിൽ ഒരു അവസരം ഇല്ല കേട്ടോ. ഇനി ഞങ്ങളുടെ റൂമിൽ വരെ വേണ്ട, ഒരു തരത്തിലും ഞങ്ങൾ കയറ്റാൻ പോകുന്നില്ല. ഈ രീതിയിൽ ഞങ്ങൾക്കൊരു അജണ്ട ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ന് പെന്തോകൾ അടിക്കണം. അതിനെ കൂട്ടം നിൽക്കാൻ പറ്റുമോ ഷൈജു ബ്രദറിന്? ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക, ഇല്ലെങ്കിൽ വിടുക. ഏതാ പറ്റുക? അവര് പാഷാണ്ട ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് അവരെ അടിക്കണം. അവര് സാത്താനാണ്. അടിക്കൂടാ, നീ കണ്ടോടാ. ചാണക സൊസൈറ്റി ഒന്നും സംഭവിക്കുകയല്ല. ഭ്രാന്ത് കാണിച്ചോണ്ട് അടിയൊന്നും ഉണ്ടാക്കണ്ട. മര്യാദയ്ക്ക് എല്ലാവരും സംസാരിക്കും. പോലീസ് നിങ്ങൾ രണ്ടു തലയും കത്തിച്ച് നാട് പിടിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം. ജയ നമുക്ക് പെന്തോളടിക്കണം. ഞാൻ അതിന് ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ. ഇവര് ശരിക്കും കത്തോലിക്ക സഭയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ക്ലബ് ഹൗസിലേക്ക് വന്നവരൊന്നുമല്ല. കാരണം കത്തോലിക്ക സഭ മറ്റ് സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരുമായി ഇന്റർ ഡിനോമിനേഷൻ ഡിബേറ്റ്സ് നടത്താറുണ്ട്. എക്യുമെനിക്കൽ ഡിബേറ്റ്സ് ഇതൊക്കെ നടത്താറുള്ളവരാണ്. അതുകൂടാതെ വേറെ മതങ്ങളിൽപ്പെട്ട ആൾക്കാരുമായിട്ട് മതാന്തര സംവാദം, ഇന്റർ റിലീജിയൻ ഡിബേറ്റ്സ്, ഡയലോഗ്സ് ഒക്കെ നടത്തുന്നുണ്ട്. മതാന്തര സംവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ആ മതക്കാരെ അടിക്കാനോ അല്ലെങ്കിൽ മറ്റ് സഭക്കാരെ അടിക്കാനോ അല്ലല്ലോ അവർ ചെയ്യുന്നത്.
പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുകയും അന്യോന്യം മനസ്സിലാക്കുകയും ചെയ്യുക, അകൽച്ചകൾ പരമാവധി കുറച്ച് യോജിക്കാവുന്നിടത്തോളം യോജിച്ച് സമാധാനത്തോടു കൂടിയുള്ള ഒരു സഹവർത്തിത്വം പുലർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് കത്തോലിക്ക സഭ ഇതൊക്കെ ചെയ്യുന്നതെന്ന് സഭയുടെ ഔദ്യോഗിക വക്താക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. സഭയുടെ നിലപാട് അതാണ്. അപ്പൊ ഞങ്ങൾ കത്തോലിക്കർ എന്ന ഈ ക്ലബ്ബുകാര് ഇവര് കത്തോലിക്ക സഭാ സ്നേഹം മൂത്തിട്ടാണ് പെന്തക്കോസ്തുകാർക്കെതിരെ രംഗത്ത് വന്നതെങ്കിൽ സഭയുടെ ഈ ഔദ്യോഗിക നിലപാടല്ലേ അവര് പിൻപറ്റുക? ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പെന്തക്കോസ്തുകാരുമായിട്ട് സംവാദം നടത്താൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, ഉപദേശപരമായ കാര്യങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും ആശയപരമായിട്ടുള്ള ഭിന്നതയില് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് മാന്യതയുടെ ഭാഷയിൽ അത് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലാവും, കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല. ഇവര് ആദ്യം മുതലേ തന്നെ വൾഗാരിറ്റി നിറഞ്ഞ ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പുച്ഛവും പരിഹാസവും നിറഞ്ഞ ഒരു സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇപ്പോ അവരുടെ ആ അജണ്ട എന്താണെന്ന് പരസ്യമായിട്ട് അവര് വെട്ടി തുറന്ന് പറയുകയും ചെയ്തതാണ്. എന്താണ്? പെന്തക്കോസ്തുകാർ അടിക്കണം. ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട്, പെന്തക്കോസ്തുകാർ അടിക്കണം, ഇതാണ് ഞങ്ങളുടെ അജണ്ട. ഈ പെന്തക്കോസ്തുകാരെ അടിക്കലാണ് ഞങ്ങളുടെ അജണ്ട എന്നും അതിന് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് ഇവർ സഹായം ചോദിക്കുന്ന ആരോടാണെന്നറിയോ? നിരീശ്വരവാദികളെ പെട്ടവരാണ്. അതായത് തോണിക്കാരെന്ന് പറഞ്ഞ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്, തോണിക്കാരെന്ന് പറഞ്ഞ ആ നിരീശ്വരവാദികളുടെ ക്ലബിലുള്ള ഷൈജു താക്കോൽക്കാരൻ എന്ന് പറഞ്ഞ ഒരുത്തിനോടാണ് ഇവർ ഈ സഹായം ചോദിക്കുന്നത്. ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട്, പെന്തക്കോസ്തുകാരെ അടിക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഈ തോണിക്കാരെന്ന് പറയുന്ന ക്ലബ്ബാണ് കുറച്ചു നാൾ മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിന്റെ അമ്മ വിശുദ്ധ മറിയ വ്യഭിചാരിണിയാണ്, വേശ്യയാണെന്ന് പറഞ്ഞുകൊണ്ട് റൂമിട്ടത്. മനസ്സിലായോ? ആ ടീമിന്റെ അടുത്ത് പോയിട്ടാണ് യുവന്മാര്, ഞങ്ങൾ കത്തോലിക്കരെന്ന് പറയുന്ന ഈ ടീം സഹായം ചോദിക്കുന്നത്. എന്തിനാണ് സഹായം ചോദിക്കുന്നത്? പെന്തക്കോസ്തുകാരെ അടിക്കണം. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇവരുടെ സഭാസ്നേഹം, കത്തോലിക്ക സഭാസ്നേഹം വെറും പൊള്ളയാണ്, ഒന്നുമില്ല, വെറും പൊള്ളയാണ്. അങ്ങനെ അത്തിരെങ്കിലും സഭാസ്നേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാതിരി റൂമുകളിട്ടവരോട് മറിയ വേശ്യയാണെന്ന് പറഞ്ഞുകൊണ്ട് റൂമിട്ട ആൾക്കാരെടുത്ത് പോയിട്ട് ആരെങ്കിലും സഹായം ചോദിക്കോ? കത്തോലിക്കൻ പോട്ടെ, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ചോദിക്കോ? ഇല്ലല്ലോ. ഷെഹുമാര് പോയി ചോദിക്കുന്നു, പരസ്യമായിട്ട് ചോദിക്കുന്നു. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവര് ജിഹാദികളുടെ കാശ് വാങ്ങി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങിയവരാണോ എന്ന് എനിക്ക് മുമ്പേ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് പരസ്യമായിട്ട് പറയൊന്നുമില്ല. പക്ഷെ ഈ ഡയലോഗ് കേട്ടപ്പോ എനിക്ക് ഉറപ്പായി ഈ ഇവന്മാരുടെ പുറകിൽ ജിഹാദി ഫണ്ടിങ് തന്നെയാണ്. ജിഹാദികൾക്ക് ഞങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ ആരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പിള്ളേർ യുവതലമുറയിലുള്ള ഒരു റൂം ഇടുമ്പോൾ അവിടെ പോലും ഇവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഐക്യമാണ്, ക്രൈസ്തവ ഐക്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ ഐക്യം തകർക്കാനും ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരെ റൂമുകൾ ഇടുന്നതിന് പകരം തമ്മിൽ അടിച്ചുകൊണ്ട് റൂമുകളിട്ട് അങ്ങനെ അത്രയും കാലം കുറഞ്ഞത് അള്ളാഹു മുഹമ്മദ് ഏറിയുന്നത് അവിടെ ഇറങ്ങുമല്ലോ, രക്ഷപ്പെടാമെന്ന വിചാരത്തില് ഇവന്മാര് ഫണ്ട് ഇറക്കി കളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ നാളായി. ജിഹാദി ലോറൻസ് ഒക്കെ അതിന്റെ ഇരകളായിട്ട് തന്നെ വന്നതാണ്. കുറെ ടീമുകൾ ആദ്യമേ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞങ്ങൾക്ക് ഒതുക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ ഇവരുടെ കാര്യത്തിൽ എനിക്ക് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ, ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പബ്ലിക്കായിട്ട് പോയി സഹായം ചോദിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് ജിഹാദി ഫണ്ടിങ് തന്നെയാണ്. കാരണം ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ബിസിനസ് ജിഹാദ് തുടങ്ങി എല്ലാ ഇസ്ലാമിക കുതന്ത്രങ്ങളിലും ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കത്തോലിക്കർക്കാണ്. അവരുടെ പെൺകുട്ടികളാണ് ലവ് ജിഹാദിന് ഏറ്റവും കൂടുതൽ ഇരകളായിട്ടുള്ളത്. മറ്റ് സഭാവിഭാഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ പെൺകുട്ടികൾ പോയിട്ടുള്ളത് കത്തോലിക്കരിൽ നിന്നാണ്. അവരുടെ ഭൂമികളാണ് ചുളുവിലയ്ക്ക് ജിഹാദികൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അവരുടെ ബിസിനസ്സുകളാണ് ജിഹാദികളുടെ കുതന്ത്രങ്ങളാൽ ഏറ്റവും കൂടുതൽ തകർന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പരിതസ്ഥിതിയിൽ ഇവന്മാര് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭാ സ്നേഹികളായിരുന്നെങ്കിൽ ഇവർ ജിഹാദികൾക്കെതിരെയല്ലേ നിൽക്കേണ്ടത്? അല്ലെ, ജിഹാദികൾക്കെതിരെയല്ലേ ഇവർ നിൽക്കേണ്ടത്? പക്ഷെ ഇവർ ജിഹാദികൾക്കെതിരെ നിൽക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇവരെന്ത് ചെയ്യാണ്? ജിഹാദികൾക്കെതിരെ നിൽക്കുന്ന പെന്തക്കോസ്തുകാരെ അടിക്കണമെന്ന് പറഞ്ഞ് ജിഹാദികളോടക്കം പോയി സഹായം ചോദിക്കുകയാണ്. കാരണം ഇവരുടെ ചില റൂമുകളിൽ നിസുവിനെ പോലെയുള്ള ജിഹാദികളാണ് മോഡറേറ്റർമാരായിട്ട് ഇരിക്കുന്നത്. മനസ്സിലായി? അവന്മാരെ വന്നിട്ടാണ് ഇവർക്ക് മോഡറേറ്റ് ആയിട്ടിരിക്കുന്നത്. എന്നിട്ട് നിരീശ്വരവാദികളുടെ അടുത്ത് പോയിട്ട് പബ്ലിക്കിൽ സഹായം തേടുകയും ചെയ്യുന്നത്. അതുപോലെ ഷിബു പീഡിയക്കലിന്റെ സാത്താന്യ ഉപദേശം പിൻപറ്റുന്നവരും ഇവരുടെ റൂമുകളിൽ മോഡറേറ്റർമാരായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ കത്തോലിക്ക സഭാ സ്നേഹമൊന്നും അല്ല ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. മനസ്സിലായോ? അതുകൊണ്ട് കത്തോലിക്കരാണ് ഇവരെന്ന് പറഞ്ഞത്. ഇവർ ആ വ്യാജ പേരിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കത്തോലിക്കർ എന്നുള്ള ലേബലിൽ വന്നാണ് ഇവർ യഥാർത്ഥത്തിൽ കത്തോലിക്കൊന്നുമല്ല. ഇവരുടെ ഐഡന്റിറ്റി എന്ന സംശയമാണ്. കാരണം ഓരോരുത്തരും മുഖമൊന്നുമില്ല. ഏതായാലും ഇവരുടെ അജണ്ട പച്ചയ്ക്ക് വെളിപ്പെടുത്തുകയും ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടി നിരീശ്വരവാദികളോട് സഹായം ചോദിക്കുകയും ചെയ്ത ശേഷം
ഞങ്ങൾക്ക് നേരെ പിന്നെ പെന്തക്കോസ്തുകാരിൽ നിന്ന് ചോദ്യശരങ്ങൾ വരികയാണ്. 1-2 ചോദ്യങ്ങളല്ല, കുറെ എണ്ണം വരികയാണ്. ട്രൂത്ത് ഫൈറ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ ക്രൈസ്തവ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ട്രൂത്ത് ഫൈറ്റേഴ്സിലുള്ള സഹോദരന്മാരോട് ഞങ്ങൾക്കുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പുറത്ത് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട്, അതായത് TF പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ കത്തോലിക്കർ എന്ന ക്ലബ്ബുകാർക്ക് മറുപടി പറയാതെ 6-7 മാസങ്ങളായി ഞങ്ങൾ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. TF ഇവർക്ക് മറുപടി പറയുന്നില്ല, ഞങ്ങളെ മറുപടി പറയാനൊട്ട് സമ്മതിക്കുന്നുമില്ല. അപ്പൊ TF ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? കത്തോലിക്കർക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത്, അതോ സഭാവ്യത്യാസമില്ലാതെ എല്ലാ ക്രൈസ്തവർക്കും വേണ്ടിയാണോ? ഇതാണ് ചോദ്യം. ഇത് പല ആളുകള് വ്യത്യസ്ത ആംഗിളുകളിൽ, വാക്കുകൾ ഇതല്ല, ആശയം ഇതാണ്, പലരും പല വിധത്തിൽ ചോദിക്കുകയാണ് ഞങ്ങളുടെ അടുത്ത്. അപ്പൊ ഈ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് ഉത്തരവില്ല. കാരണം അവരുടെ ചോദ്യം തികച്ചും ന്യായമാണ്. സഭാവ്യത്യാസമില്ലാതെ എല്ലാ ക്രൈസ്തവർക്കും വേണ്ടി നിലകൊള്ളുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ചതാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ്. പക്ഷെ ഇപ്പോ ഒരു സഭാവിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ വിശ്വാസത്തെ മറ്റൊരു വിഭാഗക്കാർ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണ്? ട്രൂത്ത് ഫൈറ്റേഴ്സ് ഇവിടെ ഐക്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വായടപ്പിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്ക്, ഒരു എല്ലാ സഭാവിഭാഗത്തിനും വേണ്ടി ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ ആരംഭിച്ച ഈ ഒരു കൂട്ടായ്മ ഇപ്പൊ ഒരു സഭാവിഭാഗക്കാർക്ക് അവരുടെ വിശ്വാസം ഡിഫെൻഡ് ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണെന്നുള്ള ആരോപണം വരുമ്പോൾ ചരിത്രം എങ്ങനെയായിരിക്കും ഞങ്ങളെ വിലയിരുത്താൻ പോകുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ചരിത്രത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടാൻ പോകുന്നത്? ജിഹാദി ഫണ്ടും വാങ്ങി വന്ന ചില കത്തോലിക്ക നാമധാരികൾക്ക് അടിക്കാൻ വേണ്ടി പെന്തക്കോസ്തുകാരുടെ, സോഷ്യൽ മീഡിയയിലെ പെന്തക്കോസ്തുകാരുടെ കയ്യും കാലും കെട്ടിയിട്ടവരാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നായിരിക്കും ചരിത്രം ഞങ്ങൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളൊന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചിട്ട് പറ, ചരിത്രത്തിൽ അങ്ങനെ അടയാളപ്പെടുത്തപ്പെടേണ്ട കൂട്ടരാണോ ഞങ്ങൾ? ആണോ? അങ്ങനെ ഒരു കൂട്ടായ്മയാണോ ഇത്? അങ്ങനെ ഒരു വിശേഷണം ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറും ഒരു ക്ലാസ് ടെസ്റ്റിലുള്ള ചോദ്യപേപ്പറിൽ ഒരു ഭ്രാന്തൻ കഥാപാത്രത്തിന് മുഹമ്മദ് എന്ന് പേരിട്ട ഒരൊറ്റ കാരണം കൊണ്ട് ഒരു കോളേജ് അധ്യാപകന്റെ കയ്യും കാലും വെട്ടിക്കളഞ്ഞ മുസ്ലിം ഭീകരന്മാരുള്ള നാടാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ മുഹമ്മദിനെ കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും പരസ്യമായി സംസാരിക്കാൻ നിന്നാൽ എന്തായിരിക്കും എന്റെ ഗതി എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതാൻ തുടങ്ങുന്നത്. അന്ന് ഞാനത് എഴുതി തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടത് ഇസ്ലാമിക ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് 2 പേരെ മാത്രമാണ്. ഒന്ന് സാജൻ JCB എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം കത്തോലിക്കനാണ്. മറ്റൊരു നാസി അൻസാൻ ജോസഫ്, അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പരിചയവും ഇല്ല, ആ ID ഇപ്പൊ കാണാനും ഇല്ല. ഈ 2 കൂട്ടർ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ, അത് ഫേസ്ബുക്കിൽ ഇവർക്ക് മറുപടി പറയുന്നത് ഞാൻ കാണുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ വന്ന സമയത്തുള്ള കാര്യം പറയുന്നത്. അപ്പോ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇവര് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുകയല്ല, അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും പിന്നെ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ വെച്ചിട്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് ഞാൻ കാണുന്നത്. കുറച്ചു നാളെ ഞാൻ അതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മറുപടി പറയാനൊന്നും പോയില്ല. ഏതാണ്ട് ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറുപടി പറയാൻ തുടങ്ങുന്നത്. അപ്പൊ എന്റെ മറുപടി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പറഞ്ഞതുപോലെയല്ല, അറ്റാക്ക് ചെയ്താണ്. എന്റെ ശൈലി നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇതാകുന്നത്. പിന്നീട് സാജൻ JCB ഞാൻ കൂട്ടായി, ഞാൻ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ അഡ്മിൻസിൽ ഒരാളാണ്, ഫേസ്ബുക്കിലെ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ അഡ്മിൻസിൽ ഒരാളാണ് അദ്ദേഹം. ഞങ്ങളൊരു പുസ്തകം ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ആയിട്ട് ഇറക്കാൻ പോകുന്ന കാര്യം മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് കമ്പൈൽ ചെയ്യുന്ന അദ്ദേഹമാണ്. കാരണം ഞങ്ങളുടെ പഴയ 1.5 ലക്ഷത്തിലധികം മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് പൂട്ടിച്ചളഞ്ഞു, റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചിട്ടുണ്ട്. പൂട്ടിപ്പോയെങ്കിലും ഗ്രൂപ്പിലേക്ക് അഡ്മിൻസിന് ആക്സസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും അതിനകത്ത് കയറി നോക്കാം, പുറമെയുള്ളവർക്ക് കയറാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അപ്പൊ സാഹചര്യം വിചാരിച്ചു അതങ്ങനെ അങ്ങ് വെറുതെ കളയണ്ട, അതിനകത്ത് നമ്മൾ കുറെ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം പോസ്റ്റുകളും ഇതൊക്കെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പുള്ളി അതെല്ലാം കമ്പൈൽ ചെയ്തുകൊണ്ട് പുസ്തക രൂപത്തിൽ അതിനകത്തുള്ള ഓരോ വിഷയങ്ങളും സീരിയസ് ആയിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. അതിനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. പിന്നെ നാസിയാൻ സാൻ എന്ന് പറഞ്ഞ ആള് പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോ ID പൂട്ടിപ്പോയി. ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് പതുക്കെ സഹോദരന്മാര് ആദ്യമൊക്കെ എതിർപ്പായിരുന്നു എല്ലാവർക്കും, ഞാൻ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള നിലയിലായിരുന്നു. പക്ഷെ പിന്നെ ആളുകൾക്ക് കാര്യം മനസ്സിലായി എന്താണെന്നുള്ളത്. പതുക്കെ സഹോദരന്മാര് എന്നോട് കൂടെ വരിക ചെയ്തത്. ഞാൻ ഒരാളോടും സഹായം ചോദിക്കുകയൊന്നല്ല ചെയ്തത്, എനിക്കൊന്ന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് കൂടെ നിന്ന് സഹോദരന്മാർ ആദ്യമൊക്കെ ലൈക്ക് അടിച്ച്, അല്ലെങ്കിൽ എന്റെ ഒരു കമന്റിനെ ലൈക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ എന്റെ കമന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബൈബിളിൽ നിന്നേലും ബാക്കി വിടുന്നു, ആ ലെവലിലൊക്കെയാണ്. പക്ഷെ പതുക്കെ അതിങ്ങനെ വളർന്നൊരു കൂട്ടമായി ഞങ്ങൾ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്ന് ഇതായിട്ട് വന്നതാണ് അത്. അപ്പൊ ഈ ടീമിലുള്ള ഓരോരുത്തരും
അവരവരുടെ ജീവനെ പണയപ്പെടുത്തി തന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തെ ആശയതലത്തിൽ പ്രതിരോധിക്കാൻ നിന്നത്. മുമ്പ് നിന്നതായാലും ഇപ്പൊ നിൽക്കുന്നതായാലും. കാരണം ഇപ്പൊ ഈ അടങ്ങി ഒതുങ്ങി ജിഹാദികൾ ഇരിക്കുന്നുള്ളതൊന്നും നോക്കൊന്നും വേണ്ട, എപ്പോ വേണമെങ്കിലും അടിക്കും. ഇപ്പൊ നമ്മള് കണ്ടു 2 ദിവസം മുമ്പ് സൽമാൻ റുഷ്ദീനെ, എത്ര കൊല്ലം മുമ്പുള്ളതാണെന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുള്ളത് നോക്കണ്ട. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ ഇത് ഭീഷണിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രതിരോധിക്കാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവനെ പോലും ഞങ്ങൾ വിലയേറിയതായി എണ്ണാതെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി മറ്റൊരു സഭയെ ഒറ്റിക്കൊടുത്തവരാണ് എന്നാണോ ചരിത്രത്തിൽ അറിയപ്പെടേണ്ടത്? ആണോ? അത് നീതിയുക്തമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ മനസ്സാക്ഷിയിൽ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങനെ അറിയപ്പെടേണ്ട കൂട്ടരൊന്നുമല്ല. അത് മാത്രമല്ല, TF ഒരു ഡിനോമിനേഷന്റെയും പക്ഷം പിടിക്കില്ല എന്ന് പറയാൻ ധാർമ്മികമായി ഞങ്ങൾക്ക് അവകാശമില്ലാത്ത വിധം ഒരു വീഴ്ച ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. ആ വീഴ്ച ഞങ്ങൾ അംഗീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരനെ പ്രകോപിപ്പിച്ച് ചൊറിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്ക് അനുകൂലമായിട്ട് സംസാരിപ്പിക്കുകയുണ്ടായി. അത് എന്ത് കാരണം കൊണ്ടായാലും ശരി, TFലുള്ള ഒരാൾ ഒരു സഭയുടെ പക്ഷം പിടിച്ച് സംസാരിച്ചതോടെ ഒരു ഡിനോമിനേഷന്റെയും പക്ഷം പിടിക്കില്ല എന്ന് പറയാനുള്ള അവകാശം ധാർമ്മികമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതും ഞങ്ങളുടെ ഇതിന്റെ ഒരു കാരണമാണ്. ഇനി നമുക്ക് എന്നാൽ ഇനിയിപ്പോ അടി തുടങ്ങും. TF-മാർ ഇതിനകത്തേക്ക് വലിച്ചിടാൻ വേണ്ടി പരമാവധി ശ്രമിച്ചതാണ്. ഇപ്പൊ ഒരാളെ അത് എത്ര പ്രകോപിപ്പിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സഭയുടെ പക്ഷം പിടിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇനി എല്ലാവരും കൂടി ഞങ്ങൾക്കെതിരെ വരും. അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ചരിത്രത്തിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹമില്ല. പിന്നെ ഞങ്ങൾക്ക് ഇനി ഒരു പക്ഷവും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയും വന്നുകൊണ്ടാണ് ശരി ഇങ്ങനെ ഇതിന് TF എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ക്ലബ് ഹൗസിൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനം വേദനയോടുകൂടെ ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനിത് സഹോദരന്മാരോട് പറഞ്ഞു, ക്ലബ് ഹൗസിലെ TF കാരണം ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ആരോപണം നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, നമ്മൾ ആരുടെയും പക്ഷം പിടിക്കില്ല എന്ന് പറയാനുള്ള ധാർമ്മികാവകാശവും നമുക്ക് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ക്ലബ് ഹൗസിലെ TF പിരിച്ചുവിടാം. അത് മാത്രം. ഇനി തമ്മിലടിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് മടങ്ങി വരാം. അതുവരേക്കും നമുക്ക് ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ക്ലബ് ഹൗസിൽ വേണ്ട. ക്ലബ് ഹൗസിൽ നമ്മളെല്ലാവരും ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കേണ്ട. അപ്പൊ ഇത് ഞാൻ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ കോളിലാണ് പറയുന്നത്. അവർക്ക് ആർക്കും എന്റെ അഭിപ്രായത്തോട് യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കാര്യങ്ങൾ വിശദീകരിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അംഗീകരിച്ചു. അതിനുശേഷം ഞങ്ങൾ ക്ലബ് ഹൗസിൽ ക്ലോസ് റൂം വിളിച്ച് ട്രൂത്ത് ഫൈറ്റേഴ്സിലുള്ള എല്ലാ സഹോദരന്മാരെയും വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളത് പരസ്യമായി അനൗൺസ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ പുറകിൽ നടന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇത്ര ഞാൻ വിശദീകരിച്ച് പറഞ്ഞ വേറെ ഒന്നുകൊണ്ടല്ല, എന്തുകൊണ്ടാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് പിരിച്ചുവിട്ടതെന്ന് അറിയാൻ വേണ്ടി ധാരാളം പേരെന്നെ വിളിക്കുകയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലർക്കും മറുപടി കൊടുത്തും മടുത്തു. അതുകൊണ്ട് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സംസാരിച്ചു വന്നപ്പോൾ ഇത് ഇത്രയും ദീർഘിച്ചു പോയി. ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം ഇങ്ങനെ ഞാൻ പറഞ്ഞു, കുറെ കാര്യങ്ങളോട് പറഞ്ഞു പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇത് തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ച സഹായം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം അതും കൂടി ഇനി പറഞ്ഞു വരുമ്പോൾ വീഡിയോയുടെ ദൈർഘ്യം വളരെ കൂടും. പിന്നെ ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് അടിച്ചു പിരിഞ്ഞു എന്നും പറഞ്ഞാണ് ഞങ്ങളുടെ ശത്രുക്കൾ ആഘോഷിക്കുന്നത്. അവർ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ട്രൂത്ത് ഫൈറ്റേഴ്സ് അടിച്ചു പിരിഞ്ഞിട്ടൊന്നുമില്ല. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലബ് ഹൗസിൽ തുടങ്ങിയ താനൊന്നുമല്ല. ട്രൂത്ത് ഫൈറ്റേഴ്സ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയായിട്ടാണ് തുടങ്ങുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ ഞങ്ങൾ വാട്സാപ്പിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ യൂട്യൂബിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ക്ലബ് ഹൗസിലേക്ക് എത്തിയത്. അപ്പൊ ഇതില് ക്ലബ് ഹൗസിലുള്ള ആ ട്രൂത്ത് ഫൈറ്റേഴ്സ് പ്ലാറ്റ്ഫോം മാത്രമേ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് വെച്ച് മാറ്റിവെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഇതെല്ലാം അങ്ങനെ തന്നെയുണ്ട്. ഈ ക്ലബ് ഹൗസിലുള്ള ട്രൂത്ത് ഫൈറ്റേഴ്സ് അല്ല, അതിനകത്തുള്ള ആളുകളും എല്ലാവരും ഇവിടെ ഇല്ല. ഫേസ്ബുക്കിലില്ല. ഫേസ്ബുക്കിലുള്ള ട്രൂത്ത് ഫൈറ്റേഴ്സ് എല്ലാ പേരും ഇവിടെ ഇല്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് ക്ലബ് ഹൗസിൽ ഈ പ്ലാറ്റ്ഫോം ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ മറ്റ് ട്രൂത്ത് ഫൈറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതൊക്കെ അങ്ങനെ തന്നെ അതിന്റെ പ്രവർത്തനം അവിടെ കൂടി പോകും. അതങ്ങനെ തന്നെയുണ്ട്. ക്ലബ് ഹൗസിലെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഞങ്ങൾ എന്നേക്കുമായിട്ട് പിരിച്ചുവിട്ടതും അല്ല, താൽക്കാലികമായി പിരിച്ചുവിട്ടതാണ്. സമയമാകുമ്പോൾ പൂർവാധികം ശക്തിയോടെ ക്ലബ് ഹൗസിൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് മടങ്ങി വരികയും ചെയ്യും. ഞങ്ങൾ ആരും ക്ലബ് ഹൗസ് വിട്ടു പോകുന്നൊന്നുമില്ല. അത് ആവർത്തിച്ച് പറയാം, ഉറപ്പിച്ചു പറയാം. ക്ലബ് ഹൗസിൽ തന്നെ ഞങ്ങൾ കാണും. പക്ഷെ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ ക്ലബ് ഹൗസിലെ ട്രൂത്ത് ഫൈറ്റേഴ്സ് താൽക്കാലികമായിട്ട് ഇപ്പൊ ഇങ്ങനെ നിർത്താനുള്ള കാരണം കത്തോലിക്കരാണെന്നുള്ള ഒരു പ്രചരണം അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു.
അത് തികച്ചും തെറ്റായ പ്രചരണമാണ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രധാന കൂട്ടര് കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികളാണ്. ട്രൂത്ത് ഫൈറ്റേഴ്സ് ക്ലബ് ഹൗസിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചെന്നറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് വാട്സാപ്പിലും മെസ്സഞ്ചറിലും സന്ദേശം അയച്ച് ഫുൾ സപ്പോർട്ട് പ്രഖ്യാപിച്ചതും കത്തോലിക്ക വിശ്വാസികൾ തന്നെയാണ്. പല ആളുകളും, പലർക്കും വളരെ വേദനയുണ്ടായിരുന്നു. അത് സംസാരത്തിൽ നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ഇത് യൂട്യൂബ് ചാനലിൽ വന്നു കഴിഞ്ഞപ്പോ അതിന്റെ താഴെയുള്ള കമന്റ്സ് നോക്കിയാലും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കത്തോലിക്കർ കാരണമാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് ക്ലബ് ഹൗസിൽ നിന്ന് പിന്മാറുന്നത് എന്നുള്ളത് വെറും വ്യാജ പ്രചരണം മാത്രമാണ് എന്നുള്ള കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ കത്തോലിക്കർ എന്ന് പറയുന്ന ആ ഒരു ക്ലബിന് അതിനകത്ത് പങ്കുണ്ട്. പക്ഷെ ഞങ്ങൾ കത്തോലിക്കർ എന്ന് പറയുന്ന ആ കൂട്ടർ അവർ യഥാർത്ഥത്തിൽ കത്തോലിക്കർ തന്നെയാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇവരൊന്നും ഐഡന്റിറ്റി ഒന്നും വ്യക്തമല്ല. അവരിങ്ങനെ അങ്ങ് ചുമ്മാ ഓരോന്ന് പറയുകയാണ്. ഏതായാലും ഇനിയിപ്പോ അടിയൊക്കെ നടക്കല്ലേ, അടിയൊക്കെ നടക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ വരാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ഡിനോമിനേഷന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ തമ്മിൽ തല്ലാൻ നടക്കുന്ന എല്ലാവരോടുമായിട്ട് പറയാം, ഇത് തല്ലി തീർക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനേ നിങ്ങൾക്ക് പറ്റൂ, തീർക്കാൻ പറ്റില്ല. നമ്മൾ ചില സമയത്ത് നാടൻ ഭാഷ പറയല്ലേ, എന്നാൽ ശരി നമുക്ക് നോക്കാം, തല്ലി തീർക്കാന്ന് പറയില്ലേ. ഇത് ഇതിനകത്ത് പറ്റുകയില്ല. കാരണം ഈ തല്ല് ഇന്ന് ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ ഉപദേശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു പല ആശയപരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലോ തല്ല് ഇത് ഇന്ന് ഇന്നലെയോ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. നമ്മളെക്കാളും വലിയ ആളുകൾ കഴിഞ്ഞ തലമുറകളിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. അവർക്ക് പോലും ഈ അടി തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്കത് ഈ തലമുറയിൽ തീർക്കാൻ പറ്റും, തല്ലി തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ചരിത്രം പഠിച്ചാൽ അറിയാം, ഈ ക്രിസ്ത്യാനികളുടെ തമ്മിൽ തന്നിൽ നിന്നും ലാഭമുണ്ടാക്കിയിട്ടുള്ളത് എപ്പോഴും സുവിശേഷത്തിന്റെ ശത്രുക്കൾ മാത്രമാണ്. ക്രിസ്ത്യാനികൾ ഏകഹൃദയത്തോടെ ഒരുമിച്ച് നിന്നപ്പോഴെല്ലാം, സഭാവ്യത്യാസമൊക്കെ മറന്ന് ഒരുമിച്ച് നിന്നപ്പോഴെല്ലാം സുവിശേഷ വിരോധികൾക്കെതിരായി ദൈവം അവർക്ക് വിജയം കൊടുത്തിട്ടുണ്ട്. സുവിശേഷ വിരോധികൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. ക്ലബ് ഹൗസിൽ നിന്ന് ജിഹാദി പണ്ഡിതന്മാരും അടയാളം ഡൈറ്റിസിന്റെ ടീംസും യമുക്കളും ഇടമറുകും ഒക്കെ കണ്ടം വഴി ഓടിയത് നമ്മളെല്ലാം കണ്ടതല്ലേ, അല്ലെ? ഏകഹൃദയത്തോടെ നിന്നാലേ ദൈവം വിജയം തരികയുള്ളൂ. അതുകൊണ്ട് ഈ അടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ അടിപിടി കൊണ്ട് ലാഭമൊന്നും ഉണ്ടാകുന്നില്ല, നഷ്ടമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള കാര്യം. ലാഭം ഉണ്ടാകുന്നത് മുഴുവൻ സുവിശേഷത്തിന്റെ ശത്രുക്കൾക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നോ അത്രയും നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും, നമ്മളെ വിഴുങ്ങിക്കളയാൻ ശത്രു അവന്റെ എല്ലാ ശക്തിയും, അവന്റെ അവസാന ശക്തിയും പുറത്തെടുക്കുന്ന ഈ സമയത്ത് ഡിനോമിനേഷന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലല്ലേ എന്ന് ഞങ്ങൾ കുറച്ചുപേര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് കാരണം കൊണ്ടായിരുന്നു എന്ന് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും. ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന കൂട്ടായ്മ എല്ലാവരുടെയും കണ്ണിൽ ഒരു അപ്പോളജറ്റിക്സ് മിനിസ്ട്രി മാത്രമാണ് നിങ്ങൾക്കറിയാം. എല്ലാവരും അങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇസ്ലാമിനെതിരെ ക്രൈസ്തവ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് നിങ്ങൾ എല്ലാവരും അതിനെ കണ്ടിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ട്രൂത്ത് ഫൈറ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ ചെയ്തിരുന്നത് ആ ഒരു ശുശ്രൂഷ മാത്രമായിരുന്നില്ല. TF നിർവഹിച്ചിരുന്ന അദൃശ്യമായ ഒരു ശുശ്രൂഷ കൂടെ ഉണ്ടായിരുന്നു. പല സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ തമ്മിലടിപ്പിക്കാതെ ക്രിസ്തുവിനും ക്രിസ്ത്യാനിറ്റിക്കും വേണ്ടി ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളൊരു ശുശ്രൂഷ കൂടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ നിർവഹിക്കുന്നുണ്ടായിരുന്നു. ആ ശുശ്രൂഷയും കൂടിയാണ് ഇപ്പോ ഇല്ലാതായിരിക്കുന്നത്. ട്രൂത്ത് ഫൈറ്റേഴ്സ് നിർവഹിച്ചുകൊണ്ടിരുന്ന ആ അദൃശ്യ ശുശ്രൂഷയുടെ മൂല്യം എന്താണെന്ന്, അതിന്റെ വില എന്തായിരുന്നു എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലബ് ഹൗസിലുള്ള ക്രിസ്ത്യാനികൾക്ക്, ഏതെങ്കിലും സഭക്കാർക്കല്ല, ഏതെങ്കിലും ഇന്ന സഭക്കാർക്ക് അറിയാവുന്നല്ല ഞാൻ പറഞ്ഞത്, അത് കത്തോലിക്കർക്ക് പിടികിട്ടും അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് പിടികിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക്, എല്ലാ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്കും മനസ്സിലാവും ട്രൂത്ത് ഫൈറ്റേഴ്സ് നിർവഹിച്ചിരുന്ന ഈ അദൃശ്യമായ ഒരു ശുശ്രൂഷ എന്താണ് എന്നുള്ള കാര്യം. സത്യത്തിൽ ഇത്രയൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല, പറഞ്ഞു വന്നപ്പോ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. നേരത്തെ പറഞ്ഞില്ല, എന്നാ പിന്നെ ഇതന്നെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച കാര്യം, അതായത് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവരോടും ഒരു സഹായ അഭ്യർത്ഥനയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ആരംഭത്തിൽ പറഞ്ഞല്ലോ. ആ സഹായ അഭ്യർത്ഥന ദൈവം അനുവദിച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിൽ വന്ന് നിങ്ങളോട് പറയാം. അതും കൂടി ആ കാര്യം കൂടി ഇത് പറഞ്ഞു വരുമ്പോൾ വീഡിയോയുടെ ദൈർഘ്യം ഇനി കൂടും. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ദൈവം അനുവദിക്കുന്ന പക്ഷം എത്രയും വേഗം ആ വീഡിയോയുമായി ഞാൻ വേഗം വരാം. അതുവരെയും കർത്താവായ യേശുക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.
ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.